അപ്പൊ 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന. അപ്പോൾ തന്നെ ഇവരെ പറ്റി 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നത് ഇവര് ക്ഷീണിച്ചെന്ന. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ചിന്തിച്ചതാ. എങ്കിലും ഒന്ന് വായിച്ചോ, 21-4 മുതൽ വായിക്കാം. പിന്നെ അവർ ഏതോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, 21-4 ഇവരെ പറ്റി പരാമർശിക്കുന്നത് ഇവര് ക്ഷീണിച്ചെന്ന. 21-4 ക്ഷീണിച്ചവർ 23-22 വന്നപ്പോൾ അവരെ പറ്റി പറയുക, അങ്ങനെ ക്ഷീണിച്ചവര് തീർന്നില്ല, കാട്ടുപോത്തിന് ബലമുണ്ടായി. ദൈവത്തിന്റെ മഹത്വം. ഇനി ക്ഷീണിക്കാനുള്ള കാരണം ആ ഭാഗം പഠിക്കുമ്പോൾ അവിടെ ഉണ്ട്. കർത്താവിന്റെ മഹത്വം. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചെന്ന. വഴി നിമിത്തം എന്ന് പറഞ്ഞാൽ ഈ കനാനിലേക്ക് പോകാൻ എളുപ്പ വഴി ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം ഇവരെ അതിലെ വിട്ടില്ല. നമ്മളെല്ലാം എളുപ്പ വഴി പോകാൻ ആഗ്രഹിക്കുന്നവരാ, ഞാനും നിങ്ങളുമല്ല. വണ്ടി ഓടിക്കുന്നവരാണല്ലോ കൂടുതലായി. ചെല്ലു പറയും ഇതിലെ പോയാൽ ഷോർട്ട് കട്ട്. പണ്ടൊരാൾ പറഞ്ഞു ഷോർട്ട് കട്ടാ, ഇച്ചിരി ദൂരം ഉണ്ടെന്നേ ഉള്ളെന്ന്. ഷോർട്ട് കട്ടാ, പക്ഷെ ഇച്ചിരി ദൂരം ഉണ്ടെന്നേ. ഞാനും നിങ്ങളുമെല്ലാം എളുപ്പ വഴി പോകാൻ ആഗ്രഹിക്കുന്നവരാ. പെന്തിക്കോസ് വന്ന ഉടനെ വീട് വെക്കണം, പെന്തിക്കോസ് വന്ന ഉടനെ വണ്ടി മേടിക്കണം, പെന്തിക്കോസ് വന്ന ഉടനെ അത്ഭുതം നടക്കണം. അങ്ങനെയാണല്ലോ ആൾക്കാർ ഓരോരുത്തർ കൂട്ടുന്നതും. കൂട്ടിയവരെല്ലാം ഇപ്പൊ എവിടാന്നോ? സ്തോത്രം. ഇത് ആള് കൂട്ടുന്ന മാർഗമല്ല, രണ്ടേ ഉള്ളെങ്കിലും അത് അങ്ങ് ചെല്ലുന്ന മാർഗമാണ്. സ്തോത്രം. എല്ലാവർക്കും പെട്ടെന്ന് പണ്ട് ഒരു പഴമക്കാർ പറഞ്ഞ പൂക്കെന്ന് മജിസ്ട്രേറ്റായെന്ന്. മജിസ്ട്രേറ്റ് ആകാൻ എന്ത് ബന്ധപ്പെടണം ഇല്ലേ? ലോ കോളേജിൽ പഠിക്കണം, അത് നന്നായിട്ട് പഠിക്കണം, നല്ല അറിവുള്ള കഴിവുള്ള വക്കീലിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണം, എന്നാലും മജിസ്ട്രേറ്റ് ആകുമോ? കേസ് കിട്ടണം, ചുമ്മാ ഫയലുമായിട്ട് അതിലെ വരാതെ കൂടെ നടന്ന വക്കീലാകും, മജിസ്ട്രേറ്റ് ആകുമോ? രാവിലെ ഒരു കെട്ട് ഫയലും എടുത്തോണ്ട് കോടതിയുടെ വരാതെ പോയി നിൽക്കുക, മജിസ്ട്രേറ്റ് ആകുകയല്ല. കേസ് കിട്ടണം, കേസ് കിട്ടിയാൽ പോരെ, വാദിച്ച് ജയിക്കണം. എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല, ചെറിയ അറിവ് പറഞ്ഞാൽ അത് അവർ പറയട്ടെ. എന്ത് ബന്ധപ്പെട്ട ഒടുവിൽ മജിസ്ട്രേറ്റ് ആകുന്നത്? ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാ മജിസ്ട്രേറ്റ് ആകുന്നത്? അപ്പൊ എല്ലാവർക്കും എളുപ്പ പോകാനുള്ള വഴിയാ ഇഷ്ടം, എളുപ്പ വഴി. എന്നാൽ ദൈവത്തിന്റെ വഴി എളുപ്പ വഴിയല്ല, ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാണ്. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ എത്തേണ്ടതിന് അവരവരെ ചൊവ്വയുള്ള വഴി നടത്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ വഴി ചൊവ്വുള്ള വഴിയാ, ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാ. ഇനി പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. പക്ഷേ ഇതിന്റെ നടുവിൽ നിനക്ക് സമാധാനമുണ്ട്, കാരണം ക്രിസ്തു നമ്മുടെ സമാധാനം. അപ്പൊ എളുപ്പ വഴിയുണ്ട് കനാനിലേക്ക് പോകാൻ. ദൈവം ഇവരെ അതിലെ വിട്ടില്ല, എളുപ്പ വഴി കൂടെ വിട്ടില്ല. ഒരു വാക്യം വായിച്ചേ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം. എളുപ്പവഴി, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17 മുതൽ. അണ്ട കണ്ണിക തുടങ്ങുന്നത് മുതൽ താഴെ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ശ്രദ്ധിച്ചേ, ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടെയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ദൈവം ആ വഴിയെ കൊണ്ട് ഇവരെ വിട്ടില്ല. അടുത്ത വഴിയാ ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടെ. ആ വഴിയെ പറ്റി വേദ പഠിതാക്കളിൽ ചില പറഞ്ഞ എളുപ്പ വഴിയാണ്, വീതിയുള്ള വഴിയാ, വിശാലമായ വഴിയാ, ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ വണ്ടി പോകുന്ന വഴിയാ, നല്ല വഴിയാ. ആ എളുപ്പ വഴി ദൈവം വിട്ടില്ല. അതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്. ആ ദേശത്തിന്റെ പ്രത്യേകത അത് ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടെയുള്ള വഴിയാ. അതാ അതിലെ വിടാഞ്ഞ്. ഇവരെ അതിലെ വിടാഞ്ഞതിന്റെ 1-2 കാരണത്തിൽ ഒന്ന്, ഈ വഴി ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടാ, രാജപാതയാ, ഹൈവേയാ, പക്ഷെ 2 വശത്തും ഫെലിസ്ത്യരുണ്ട്. അതെന്താ ഫെലിസ്ത്യരുള്ള വഴി കൂടെ വിടാഞ്ഞത്? അതിന് നിങ്ങൾക്ക് വചനം അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. ഫെലിസ്ത്യർ എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷയാ, മിക്കതും കണക്ക് തെറ്റിയോമാരാ, നല്ല നെടുപ്പുവാ, കണക്ക് തെറ്റിയോമാരാ. കണക്ക് തെറ്റിയോ തന്നെയല്ല, ഒരു മയോ മര്യാദയുള്ളവന്മാരല്ല. യോമാരെ കണ്ടാൽ നമ്മുടെ അകവാള് വെട്ടിപ്പോകും. തെളിവിനൊരു വാക്യം വായിച്ചാൽ അതിൽ ഒരുത്തനെ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം. ഫെലിസ്ത്യരുടെ പ്രകൃതി, മല്ലന്മാരാ കൂടുതൽ. അതിലൊരുത്തന്റെ പ്രകൃതി ഒന്ന് വായിച്ചേര്, മിക്കതും ഈ സൈസാ. വായിര്, ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ.
അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നവൻ 6 മുഴ 1 ജാൺ നെടുപ്പവും അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം ഉണ്ടായിരുന്നവൻ 5000 ശേക്കെൽ തൂക്കമുള്ള താമര കവചം ധരിച്ചവന് കാഴ്ചട്ടയും ചുമലിൽ താമരം കൊണ്ടൊരു വേലും ഉണ്ടായിരുന്നവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെയായിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശേക്കെൽ ഇരുമ്പ്. ഒരു പരിചയക്കാരൻ അവന്റെ മുൻപിൽ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന്റെ തലയിൽ ഒരു താമര ശിരസ്ത്രം അവന്റെ തലയിൽ ഒരു വലിയ താമര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 5000 ശേക്കെൽ തൂക്കമുള്ള താമര കവചം ധരിച്ചിരുന്നു. അവന് താമരം കൊണ്ടുള്ള കാൽച്ചട്ടയും അവന് ഒരു കാൽച്ചട്ട താമരം കൊണ്ടൊരു കാൽച്ചട്ടി ചുമലിൽ താമരം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. ഒരു വേലും ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശേക്കെൽ ഇരുമ്പായിരുന്നു. കണ്ണാടി ഒന്നുമില്ല അതിന്റെ കണ്ണാടി കൊടുക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടെയുള്ള വഴി അടുത്തതാണ്. പക്ഷെ ആ വഴി കൂടെ ദൈവം ഇവരെ വിട്ടില്ല. ഞാനും നിങ്ങളുമെല്ലാം എളുപ്പ വഴി കൂടെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാ. കൈവച്ചാ ഉടനെ വിടുതൽ വന്നാണ്. ഇപ്പൊ പിന്നെ വിടുതലല്ല, താഴെ തള്ളി ഇടുക. ചിലർ തള്ളി ഇടുന്നു, ചിലർ തന്നെ വീഴുന്നു, ചിലർ പിന്നെ വീടാൻ തന്നെ വരുന്നവരുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴേ വീണായി വരുന്നത്. ഒരു കാര്യം ദൈവകുഞ്ഞുങ്ങളോട് പറയാം, യവന്മാരെ കാണുമ്പോ തന്നെ പേടി. 6 മുഴ 1 ജാൺ നെടുപ്പം. ഫെലിസ്ത്യ മല്ലന്മാരാ. അവൻ നെടുപ്പമുള്ള കരുത്തുള്ള ഉശരന്മാരാ മല്ലന്മാര് ഫെലിസ്ത്യര്. പക്ഷെ ഈ വഴി അടുത്ത വഴിയാ, എളുപ്പ വഴിയാണെങ്കിലും ദൈവം ഇവരെ അതിലെ വിട്ടില്ല. അതിന്റെ കാരണവും കൂടെ പറയാം. ഈ രാജപാതയുടെ 2 വശത്തും ഫെലിസ്ത്യരുണ്ട്. ഇവന്മാര് യുദ്ധം ചെയ്യുന്നവരും കരുത്തന്മാരും മയമില്ലാത്തവരും മര്യാദയില്ലാത്തവരും മല്ലന്മാരുമാണ്. അങ്ങനെയുള്ള ഈ ദേശത്തു കൂടെ ഇസ്രായേൽ മക്കളെ വിടുമ്പോൾ ഈ പതിയിരിക്കുന്ന ഈ ഫെലിസ്ത്യർ ഇവരെ കയറി അടിച്ചു ശരിയാക്കും. ഇസ്രായേലിന്റെ ഒരു പ്രകൃതി യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഫെലിസ്ത്യർ നല്ല യുദ്ധം ചെയ്യുന്നവരുമാണ്. ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ടാണല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകവും സംഖ്യാപുസ്തകവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ ഇവരെ പറ്റി ഒരു പരാമർശമുണ്ട്. യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കുവാൻ യഹോവ വെച്ച ജാതികളാണിത്. അപ്പൊ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പലർക്കും യുദ്ധം അറിയത്തില്ല. ഇസ്രായേലിന് ഫെലിസ്ത്യരാനെ ചെറുപ്പം മുതലേ യുദ്ധം ചെയ്ത് ശീലിച്ചവരാ. നല്ല നെടുപ്പമുണ്ട്. അപ്പൊ നെടുപ്പമുള്ള യുദ്ധം അറിയാവുന്ന ഇവർ വഴിയിൽ രാജപാതയുടെ 2 വശത്തും പതിയിരിക്കും. ഇസ്രായേൽ ഈ വഴിയിൽ കൂടെ കയറി ചെല്ലുമ്പോൾ സൂക്ഷിച്ച് ഇവരെ അടിക്കും. അതിന് കാരണം കൂടെ പറയാം. ഇസ്രായേൽ മക്കളുടെ കൈവശം ടൺ കണക്കിന് വെള്ളിയും പൊന്നും ഉണ്ട്. അവനവര് വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചത് ടൺ കണക്കിന് വെള്ളിയും പൊന്നും. അപ്പൊ ഇത് അപകരിച്ചെടുക്കാൻ, ഇവരെ തകർക്കാൻ യുദ്ധത്തിൽ അഭ്യാസം തികഞ്ഞ ഫെലിസ്ത്യർ കയറി അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് തിരിച്ചടിക്കാനൊക്കത്തില്ല. ഇവർ ഈ ചുമ്മാ നിന്ന് ചള്ളും പൊട്ടും പറയുന്നതല്ല. അതെ, കണ്ടോളാം, പിന്നെ കണ്ടോളാം, അടുത്ത ആഴ്ച കണ്ടോളാം. സ്തോത്രം. ചുമ്മാ വെറുതെ യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ ഇവരുടെ പോക്കൊക്കെ കണ്ടാൽ, ആ പോക്കും വരവും കണ്ടാൽ ഇപ്പൊ കയറി അടിക്കുമെന്നും പറഞ്ഞാൽ ഈ വരുന്നത്. നമ്മുടെ ആരാധനയ്ക്കുള്ള വരവൊക്കെ കണ്ടാൽ ഇപ്പം കൈയടിച്ച് പാടി ആരാധിച്ച് ഓളും കൂടെ പൊളിച്ചേച്ച ഇവിടെ വന്നിച്ച് നത്തിരിക്കും പോലെ ഇരിക്കുക. ആ വരവിഞ്ഞോട്ട് കണ്ടാൽ ഇപ്പൊ കയറി ആരാധിച്ച് മൈക്കിന്റെ സ്റ്റാൻഡ് കൂടെ എടുത്ത് പണ്ട് കുഞ്ഞുട്ടിച്ചാൻ അടിച്ച പോലെ ഡ്രമ്മിനിട്ട് അടിച്ചപ്പോൾ ഡ്രമ്മ് പൊട്ടി, കൈ അകത്ത് കയറിയപ്പോൾ ഡ്രമ്മ് കൂടെ കൊണ്ട് കറക്കി. നമ്മുടെ വരവും പോക്കുമൊക്കെ കണ്ടാൽ ഇപ്പൊ ഇവിടെ തകർക്കുമെന്നും പറഞ്ഞാ വരുന്നത്. വെറുതെ വന്ന് ചിലരിക്കുക. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ പുറപ്പാട് കണ്ടാൽ ഓർക്ക് ഇവരിപ്പൊ യുദ്ധം ചെയ്യും. കാരണം എന്റെ ഭാഷയാ, നല്ല വെച്ചുകെട്ടുമായിട്ടായി വന്നേക്കുന്നത്. 2 വാക്യം വായിച്ച ഇവരുടെ പുറപ്പാട് എങ്ങനെയായിരുന്നു? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും ഒന്ന് വായിച്ചേ. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ഇനി 14-ന്റെ 8 കൂടെ ചേർത്ത് വായിച്ചേ. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ അടുത്തത്. എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. കണ്ടോ, ഈ 13-ന്റെ 18-ലും 14-ന്റെ 8-ലും 2 വാക്യത്തിൽ ഇവരുടെ പുറപ്പാടിനെ പരാമർശിക്കുന്ന ഒരു പ്രയോഗം യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടെന്നാണ്. ഇവരെ പറ്റി നല്ല അറിവില്ലാത്ത ആൾക്കാർ ഓർക്കുന്നത് യുവന്മാർ കയറി അടിക്കും, ദേശമെല്ലാം വെട്ടിപ്പിടിക്കുമെന്ന്. നമ്മൾ വരവ് കണ്ടില്ലേ? സിയോൻ ഗീതാവലി, NIV, KJV.
ഗ്രീക്ക് ബൈബിള്, ഹീബ്രു ബൈബിള് എല്ലാം നല്ലതാ. തമ്പേർ അതിൻ്റെ ഒരു കമ്പ്, സൈട്രം 2 കമ്പ്. ഇന്നാണ് ഇതെല്ലാം വെച്ച് ഇതൊക്കെ ആവശ്യമാണ്. ഈ വരവും പോക്കും ഒക്കെ കണ്ടാൽ ഇപ്പൊ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കുമെന്ന. പക്ഷെ ചുമ്മാ ഇരുന്ന് ഉറങ്ങുന്നവരുമുണ്ട്. ദൈവത്തിന് മഹത്വം. ഇവരുടെ പുറപ്പാട് കണ്ടോ, യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടെന്ന. കാണുമ്പോൾ തോന്നും ഇവരിപ്പോ യുദ്ധം ചെയ്യുമെന്ന്. പക്ഷെ ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പെന്തിക്കോസ് വന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ പ്രാർത്ഥിക്കാൻ അറിയാൻ മേല. ഇവിടെ അന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ കേട്ടെങ്കിലും ഇരിക്കണ്ടേ, അന്നാരും ഇരുന്ന് ഉറങ്ങും. ആമേൻ പറയുമ്പോൾ അടുത്തിരിക്കുന്ന തട്ടും എഴുന്നേക്കാൻ. അതും കേട്ടില്ല. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഇപ്പോഴും ഞാൻ ഓരോന്ന് പഠിക്കുക. പ്രായമുള്ള കർത്തദാസന്മാരുടെയൊക്കെ ചെന്ന് അറിയാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കി പഠിക്കും. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ അടൂര് ബഹുമാന്യ കർത്തദാസൻ ബെഞ്ചമിൻ വർഗീസ് അവരുടെയൊക്കെ പോയി. ഞാൻ സമയം കിട്ടുമ്പോൾ പോകും. അവരിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്, പ്രായമുള്ളവരിൽ നിന്ന്. ഇപ്പൊ പിന്നെ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ടൗൺ സഭ മേടിക്കുക. ഒരു ദൈവദാസന്റെ കീഴിൽ നിൽക്കുകയോ ശുശ്രൂഷയുടെ വിധം മനസ്സിലാവുമെന്നും അറിയാൻ മേല. ചാടി അങ്ങ് ഇറങ്ങി ദൈവം വിളിച്ചെന്നും പറഞ്ഞു. അതിന്റെ അപാകതയുണ്ട്. തുടങ്ങേണ്ട എവിടാ, നിർത്തേണ്ട എവിടാ, ആരംഭിക്കുന്നത് എങ്ങനെ, നിർത്തുന്നത് എങ്ങനെ. സ്തോത്രം. നമ്മൾ ഓരോ ദിവസവും പഠിക്കണം. ഞാൻ വരുവോളം വായന, വേറൊരു ഭാഗത്ത് പഠിക്കണം. കർത്താവ് അങ്ങനെ പഠിപ്പിച്ച് ശിഷ്യരാക്കണമെന്നാണ് പറഞ്ഞത്. ഓരോ ദിവസവും പഠിക്കണം. നമുക്കെല്ലാം അറിയത്തില്ല, അറിയാവുന്ന പലരുണ്ട്. അവരുടെയൊക്കെ പോയി സമയം കണ്ടെത്തി അവരിൽ നിന്നൊക്കെ ചോദിച്ച് കേട്ട് പഠിച്ചാൽ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഫെലിസ്തർ യുദ്ധം ചെയ്യുന്നവരാ. അപ്പൊ യുദ്ധം അറിയാത്ത ഇവരെ ആ പെരുവഴി രാജപാതയെ കൂടെ വിട്ടാൽ പതിയിരിക്കുന്നവർ കയറി അടിക്കുമ്പോൾ ഒന്നേ ചാകും, ഇല്ല തിരിച്ച് പുറകോട്ട് ഓടി മിസ്രൈമിൽ പോകും. അങ്ങനെ ഇപ്പൊ ചില ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് തിരിച്ചു ഓടി പോയല്ലോ അല്ലേ. അടിയുണ്ട്. ഷാജി കയറി അടിച്ചു, നേരെ പുറകോട്ടങ്ങ് പോയി. ചെന്നേച്ചിപ്പോ അവന്മാര് പറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റിപ്പോയെന്ന്. നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് വരാൻ? ഇപ്പൊ തെറ്റിപ്പോയെന്ന്. ഷാജിന്റെ അടി മേടിക്കരുതേ. അപ്പൊ ദൈവത്തിനറിയാം ഇവരെ ഈ വഴിയെ കൂടെ വിട്ടാൽ ഇവരെ അടി കിട്ടി തിരിച്ചോടും, അല്ലെ ചാകും. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ആ വഴിയെ കൂടി ഇവരെ വിട്ടില്ല. അടുത്ത വാക്യം, ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ഇവരെ ചുറ്റിച്ച് നടത്തിയെന്ന. അപ്പൊ ഇവരെ ചുറ്റിച്ചത് ദൈവമാണ്.